നമസ്കാരം. സിനിമയ്ക്കായി മുടക്കിയ പണത്തിന്റെ ലാഭവിഹിതമോ കണക്കോ നൽകിയില്ലെന്ന പരാതിയിൽ RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ കേസ് വരും. നേരത്തെ മഞ്ഞുമേൽ ബോയ്സുമായി ബന്ധപ്പെട്ടും കേസും നൂലാമാലകളും എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മലയാളത്തിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയും കേസിന്റെ കുരുക്കിൽപ്പെടുന്നത്. RDX ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവ്. സിനിമയുടെ എക്സിക്യൂട്ടീവ് നിർമ്മാതാക്കളിൽ ഒരാളായ അഞ്ജന എബ്രഹാം നൽകിയ ഹർജിയിലാണ് തൃപ്പൂണിത്തുറ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. രാഷ്ട്രീയ സ്വാധീനമുള്ള ഇരുവരും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതിക്കാരി ഹർജിയിൽ പറയുന്നുണ്ട്. ഇതും ഗൗരവത്തോടെ കോടതി കണ്ടിട്ടുണ്ട്. പോലീസിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തേണ്ട സാഹചര്യവുമുണ്ട്. സിനിമയ്ക്കായി താൻ മുടക്കിയത് 6 കോടി രൂപയാണെന്ന് പരാതിക്കാരി പറയുന്നു. 30% ലാഭവിഹിതമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ മുടക്കിയ പണത്തിന്റെ കണക്കോ നൽകിയില്ല എന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചെങ്കിലും പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. ഗുരുതര സാമ്പത്തിക ക്രമക്കേടാണ് അഞ്ജന ആരോപിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്താൽ നിർമ്മാതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. തന്നെ അറിയിക്കാതെ ലാഭവിഹിതം എന്ന പേരിൽ 3 കോടിയിലേറെ രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുവെന്നും നിയമ നടപടിയിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കുന്നുവെന്നും ഹർജിക്കാരെ ആരോപിച്ചു. സിനിമ വൻ വിജയമായെന്ന് നിർമ്മാതാക്കൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 100 കോടിയിലേറെ കളക്ഷൻ ലഭിച്ചെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടാണ് നൽകിയ തുക പോലും തിരികെ ലഭിച്ചതെന്ന് പരാതിക്കാരി പറയുന്നു. ഇതിനുശേഷം 3.6 കോടി രൂപ നൽകാമെന്നും കരാർ അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു. വ്യാജരേഖകൾ ഉണ്ടാക്കി നിർമ്മാണ ചെലവ് 28 കോടിയിലേറെയായെന്നും അറിയിച്ചു. സിനിമയുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിരുന്നില്ല. തുടർന്നാണ് ആദ്യം പോലീസിനെയും നടപടിയില്ലാതായതോടെ കോടതിയെ സമീപിച്ചതെന്നും പരാതിക്കാരി വിശദീകരിക്കുന്നു. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് കീഴിൽ സോഫിയ പോൾ നിർമ്മിച്ച ചിത്രമാണ് RDX. ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, നീരജ് മാധവ് എന്നിവർക്കൊപ്പം ബാബു ആന്റണി, ലാൽ, മഹിമ നമ്പ്യാർ, ഐമ റോസ്മി സെബാസ്റ്റ്യൻ, മാല പാർവതി, ബൈജു സന്തോഷ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 25 ഓണക്കാലത്താണ് RDX റിലീസ് ചെയ്തത്. ലോകമെമ്പാടും 84 കോടിയും കേരളത്തിൽ നിന്ന് 50 കോടിയും ചിത്രം കളക്ഷൻ നേടിയിരുന്നുവെന്നും റിപ്പോർട്ടുകളെത്തി. അതേസമയം നേരത്തെ RDX സിനിമയുടെ സംവിധായകനിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. 1 കോടി രൂപയിലേറെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു സോഫിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനി കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ സംവിധായകൻ നഹാസിന് കോടതി സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. സംവിധായകൻ കരാർ പാലിക്കാതെ വഞ്ചിച്ചു എന്നതായിരുന്നു നിർമ്മാതാക്കളുടെ ആരോപണം. കരാർ ലംഘനം ആരോപിച്ചായിരുന്നു RDX സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്തിനെതിരെ നിർമ്മാതാവ് സോഫിയ പോളും നിർമ്മാണ കമ്പനിയും കോടതിയെ സമീപിച്ചത്. RDX സിനിമ സംവിധാനം ചെയ്യാൻ നവാഗതനായ നഹാസിന് 15 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു കരാർ. രണ്ടാമത്തെ സിനിമയും ഇതേ നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയാകണമെന്ന ഉപാധിയും കരാറിലുണ്ടായിരുന്നു. കരാർ പ്രകാരം 15 ലക്ഷം രൂപ നഹാസിന് നൽകി. ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അഡ്വാൻസായി 40 ലക്ഷം രൂപയും പ്രീ പ്രൊഡക്ഷൻ ജോലിക്കായി 4,82,000 രൂപയും നൽകിയെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം പുതിയ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയാണെന്ന് നഹാസ് അറിയിച്ചുവെന്നായിരുന്നു ആരോപണം. പലതവണ സിനിമ തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നഹാസ് വഴങ്ങിയില്ല. തുടർന്നാണ് വാങ്ങിയ തുകയും 50 ലക്ഷവും നഷ്ടപരിഹാരം അടക്കം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. 18% പലിശയടക്കം 1 കോടിയിലേറെ രൂപ തിരികെ നൽകണമെന്നതായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം.